അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധാന്യൻ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധാന്യൻ. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതവും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി തന്നതിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്മയായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാക്കിലെ പ്രവൃത്തിയിലെ ചിന്തയിൽ അങ്ങേക്ക് ഹിതകരമല്ലാതെ ചെയ്തു പോയ സകലവിധ കുറവുകളും അവിടുന്ന് ക്ഷമിക്കുമാറാകണം. അങ്ങ് ഈ സമയത്ത് ഞങ്ങളോട് സംസാരിക്കുമാറാകണം. അങ്ങ് സംസാരിക്കുന്ന വചനങ്ങൾ കേട്ട് ഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ ദൈവമേ, ഞങ്ങളുടെ ഇരുട്ട് മാറി പ്രകാശിക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. കുരുകിൽ തനിക്കൊരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിൻ തിരുബലിപീഠം തന്നെ ധന്യർ നിന്നാലയത്തിൽ വസിപ്പോർ നിത്യം സ്തുതിക്കുമവ നിന്നെ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധാന്യൻ. ആത്മീയ അന്ധകാരത്തിലാകുന്നു ഈ ഭൂമിയിലെ കോടിക്കണക്കിന് മനുഷ്യരും വലിയ പ്രസ്ഥാനങ്ങളും ചില രാജ്യങ്ങളും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ദൈവിക സത്യങ്ങളെ വളച്ചൊടിച്ച് ദൈവത്തിൽ നിന്നും ദൂരെ സഞ്ചരിക്കുന്ന, ദൈവത്തോട് എതിർക്കുന്ന ഈ മനുഷ്യർ ആത്മീയ അന്ധകാരത്തിൽ ആകുന്നു. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നത്, ഇരുട്ടിൽ കിടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഇരുട്ടിൽ കിടക്കുന്ന ജനത്തിൻ്റെ മേൽ, ആത്മീയ അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തിൻ്റെ മേൽ വലിയൊരു വെളിച്ചം പ്രകാശിക്കുകയാണ്. ആ വെളിച്ചത്തെ പിടിച്ചെടുക്കണം. അതാണ് നമുക്കാവശ്യം. നാം അതിന് തയ്യാറാകുമോ? അതിന് തയ്യാറായാൽ നാം എത്രയോ ധന്യരായി തീരും. അതുകൊണ്ട് ഒരിക്കൽ ഇപ്രകാരം ഒരു ദേശത്തോട് ഇരുട്ടിൽ കിടന്ന, അന്ധകാരത്തിൽ കിടന്ന, ആത്മീയ അന്ധതയിൽ കിടന്ന ഒരു ജനമായിരുന്നു നിനവെ എന്ന നിവാസികൾ. ആ ദേശത്തേക്ക് പ്രവാചകൻ രക്ഷയുടെ സന്ദേശവുമായി കടന്നു ചെന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന വർത്തമാനം നിനവെ രാജാവിൻ്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ട് പുതച്ചു വെണ്ണീറിലിരുന്നു. ഒരു രാജാവ് തനിക്ക് നേരെ, തൻ്റെ രാജ്യത്തിന് നേരെ വരുന്ന ആ ദൈവിക കോപത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഇതാ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണുകയാണ്. ആത്മീയ അന്ധതയിൽ കിടന്ന ആ ജനം രക്ഷയുടെ സന്ദേശം കേട്ടപ്പോൾ രാജാവും ജനങ്ങളും ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. നമ്മുടെ കണ്ണുകൾ തുറക്കണം, ആത്മീയ കണ്ണുകൾ തുറക്കണം. എങ്കിൽ മാത്രമേ ആത്മീയ അന്ധകാരത്തിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ലോകത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു.
ആത്മീയ അന്ധകാരത്തിൽ കിടക്കുന്ന ജനങ്ങൾക്ക് പ്രകാശിക്കുവാൻ ഒരേയൊരു വഴി മാത്രമേയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിച്ചത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് ആകുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് അരുളി ചെയ്യുന്നത്, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വച്ചുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർക്കം ധരിച്ചുകൊള്ളുക. നാം ഇനിയും ആത്മീയ അന്ധതയിൽ കിടക്കേണ്ടവർ അല്ല. ദൈവിക സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവ സന്നിധിയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരണം. നമുക്കതിന് സാധിക്കുമോ? സാധിക്കണം. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് അരുളി ചെയ്യുന്ന ഈ വചനങ്ങൾ നമ്മുടെ ആത്മരക്ഷയ്ക്കുള്ള ദൈവിക സന്ദേശമാകുന്നു. ആത്മീയ അന്ധകാരത്തിൽ നിന്നും മോചനം നേടുവാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം ആകുന്നു. നമ്മുടെ ഹൃദയം തുറന്ന് ഈ സന്ദേശം ഏറ്റെടുക്കാം. ആത്മീയ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശമായ ക്രിസ്തുവിലേക്ക് കടന്നു വരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ട് നിരന്തരമായി സിയോൻ നഗരിയിൻ പെരുവഴികൾ. ദൈവമേ, സ്വർഗസ്വപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തെ ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി പറയുന്നു. ആത്മീയ അന്ധകാരത്തിൽ കിടക്കുന്ന ഈ ഭൂമിയിലെ കോടിക്കണക്കിന് മനുഷ്യരും പ്രസ്ഥാനങ്ങളും രാജ്യങ്ങളും അത്ഭുത പ്രകാശമായ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ അന്ധതയിൽ നിന്നും അവർക്കെല്ലാവർക്കും വിടുതൽ കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സന്ദേശം ശ്രവിച്ച എല്ലാവരെയും പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർ എല്ലാവരും ജീവന്റെ വെളിച്ചമുള്ളവരായി തീരുവാൻ സഹായിച്ചാട്ടെ. അവരെ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും സ്വർഗത്തിലെ ദൈവത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. കണ്ണുനീർ താഴ്വരെ അതുവഴിയായ ദാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമാം മുൻമഴ അനുഗ്രഹപൂർണരാകും.